ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തലയിൽ പഴി ചാരി ആദർശ് എത്തിയിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശി ആരും കേൾക്കാതെയാണ് തന്നോട് വന്ന് നയനയെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുമ്പം നേരാണല്ലോ അല്ലേ ഈ പറയുന്നതെന്ന് ചോദിച്ചു നയന. അതെന്താ, നിനക്ക് വിശ്വാസമായില്ലേ? പിന്നെ ഇക്കാര്യമൊന്നും നീ ഇനി ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കാനായിട്ട് നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ഒരു ഡയലോഗും കൂടെ ഇറക്കി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദുവിന് കല്യാണാലോചനയൊന്നും വരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ആദർശിന്. അത് കേട്ടപ്പോൾ നയനയും നന്ദുവും അതുപോലെ അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അവൾക്ക് ഇപ്പം കല്യാണമൊന്നും ആലോചിക്കുന്നില്ല എന്ന് നേരം നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. പഠിത്തമൊന്നും പൂർത്തിയായിട്ടില്ലല്ലോ. അതുമാത്രമല്ല, പഠിത്തമൊന്നും പൂർത്തിയാകാതെ വിവാഹം നടത്തിയിട്ട് എന്തിനാ മോനെ, അതൊന്നും കാര്യമില്ല. മോള് പഠിച്ച് ജോലിയൊക്കെ ആയതിനു ശേഷം വേണം നടത്താനെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയാം. അന്നേരം നമ്മുടെ നയന പറഞ്ഞു, അതെ, ഇനിയൊരു വിവാഹം ഈ വീട്ടിൽ അത് നന്ദുവിൻ്റേതാണ്. അത് നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യോജിക്കുന്ന ആൾക്കാരുമായിട്ടേ വിവാഹം നടത്താനായിട്ട് തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെയും ചേച്ചിയുടെയും ജീവിതം പോലെ എന്തിനാ നന്ദുവിൻ്റെ ജീവിതം കൂടി തകർക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ നയന ചോദിച്ചപ്പം അതിന് നിൻ്റെ ജീവിതത്തിന് എന്താ കുഴപ്പമെന്ന് ആദർശ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല അല്ലേ എന്ന് നയന ചോദിക്കുക. പിന്നെ നമ്മുടെ ആദർശ് വേഗം വിഷയം മാറ്റിവിടുക. കാരണം ഇനിയും കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണല്ലോ. അതുകൊണ്ട് തന്നെ ആദർശ് കൂടുതലൊന്നും ചോദിച്ചില്ല. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നയനയോട് ആദർശ് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് അത് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നയനമോളോട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നയനയോട് കുറച്ചെങ്കിലും ഒരു മനുഷ്യപ്പറ്റ് കാണിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഗോവിന്ദേട്ടൻ പറയുക. അപ്പോൾ ഗോവിന്ദേട്ടൻ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അവൾക്ക് കുറച്ചൊക്കെ അഹങ്കാരം ഉണ്ട് എന്നൊക്കെയുള്ള ഇതിലിങ്ങനെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശി എന്നോട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നയനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ വന്നത്, അല്ലാതെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് വെച്ചു. ആ സമയത്ത് എൻ്റെ മോള് പാവമാണെന്നും എന്നും മോളുടെ ജീവിതമല്ല നോക്കിയിട്ടുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ നയനമോള് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സ് നിറയെ നന്മയുള്ളൊരു മോളാണ് ഞാൻ. എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, നയനമോളെ മോന് ഭാര്യയായി കിട്ടിയത് മോൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ടങ്ങ് പോയായിരുന്നു. ആ സമയത്ത് ആദർശ്, അതെനിക്കറിയാം, ഇവളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാൻ ശരിക്കും ഭാഗ്യം ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ആദർശ് മനസ്സുകൊണ്ട് പറയുക. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദുവും പറഞ്ഞു, ഇനിയെങ്കിലും ചേച്ചിയെ വിഷമിപ്പിക്കരുത് ആദർശേട്ടാ, ഒരുപാട് സന്തോഷിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പരിഗണനയൊക്കെ ആദർശേട്ടൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കണം, ഇനിയും എൻ്റെ ചേച്ചിയെ കരയിക്കരുത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവും പറയുക. അപ്പോൾ നന്ദുവും കൂടെ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ്, അയ്യോ ഞാനങ്ങനെ, അപ്പോൾ ഇന്ന് വരെയുള്ളതൊക്കെ പോട്ടെ, നാളെ മുതലുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നയന റെഡിയായിട്ട് വന്നു. ഇവർ നേരെ പോവുകയാണ്. അപ്പോൾ യാത്ര പറഞ്ഞു, നന്ദുവിനോട് യാത്ര പറഞ്ഞു, അച്ഛനോട് യാത്ര പറഞ്ഞു. നന്ദുവിനോട് പറയുമ്പോൾ, മോളെ നിൻ്റെ ഈ മൂടൊക്കെ മാറ്റി നീ ഒന്ന് ഉഷാറാവണം, കല്യാണമാണ് വരുന്നത്, ഒരാഴ്ച മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഗോവിന്ദേട്ടനോടും പറഞ്ഞു, ആദർശം പറഞ്ഞു ഒരാഴ്ച മുമ്പേ വരണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ യാത്രയാവുകയാണ്. അങ്ങനെ യാത്രയായി വണ്ടിയിൽ കയറി രണ്ടുപേരും കൂടെ പോണ വഴിക്കും ആദർശ് വിട്ടുകൊടുക്കുന്നില്ല. നയനയെ ചുമ്മാ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നയനയോ ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിളിക്കാൻ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഇതുപോലെയൊക്കെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശനും മുത്തശ്ശിയും ജീവനോടെ ഉള്ളിടത്തോളം കാലം അവരെ സങ്കടപ്പെടുത്താനായിട്ട് കഴിയില്ല, അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്ന് പറയുമ്പം അതിനുശേഷം എന്താണെന്ന് നയന ചോദിച്ചു. അതിനുശേഷം രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. രണ്ടിലൊന്ന് തീരുമാനം എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനമാണെന്ന് ചോദിച്ചു നയന. അപ്പോഴേക്കും ആദർശം എന്ന് പപ്പ അടിക്കാം. എന്താ ആദർശേട്ടാ, അതിന് ശേഷം എന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാണോ ആദർശേട്ടൻ ശ്രമിക്കുന്നത്? അത് അത്രയും കാലം നോക്കിയിരിക്കണമെന്നില്ല, ഇപ്പം തന്നെ ആണെങ്കിലും ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ, എന്തിനാ എൻ്റെ പിന്നാലെ വന്നതെന്ന് അങ്ങനെ ചോദിച്ചു. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയാം, ഞാൻ ഒട്ടും മനസ്സായിട്ടല്ല നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്, മുത്തശ്ശി ഒറ്റ ഒരാൾ കാരണമെന്ന് പറഞ്ഞു വീണ്ടും ഈ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ചേർന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡിസൈനിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. അതും അമേരിക്കൻ കമ്പനിക്ക് നയന വരച്ചു കൊടുത്തു. അപ്പം 4 കോടി രൂപയാണ് ആ ഒരു ഒറ്റ ഡിസൈനിൽ നിന്നും ഇവർക്കുണ്ടായിരിക്കുന്ന ലാഭം എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും പറയണം. അപ്പം നയനമോൾ ഈ കുടുംബത്തിൻ്റെ മഹാലക്ഷ്മിയാണ്, ഈ വീട് വിട്ട് പോയാലും കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ട് തന്നിട്ടാണ് മോള് മാറി നിന്നത് തുടങ്ങിയ കാര്യമൊക്കെ പറയണം. അപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ പ്രധാന ഡിസൈനറായി മോള് മാറേണ്ട സമയം കഴിഞ്ഞല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം മോള് അങ്ങനെ ഒരിക്കലും ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകില്ലെന്നും ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മയാണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. പക്ഷേ നയനമോളുടെ മനസ്സും നയനമോളുടെ കഴിവും അത് മനസ്സിലാക്കാൻ നയനമോളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കോ ഈ കുടുംബത്തിലുള്ള ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അതാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ തോൽവി. നയനമോൾ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഇവിടെ കിടന്ന് ശരിക്കും അനുഭവിച്ചതാണല്ലോ.
എന്നിട്ട് പോലും മനസ്സിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാനായിട്ട് എല്ലാത്തിനും ഭയങ്കര അഹങ്കാരമാണെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം നയന ഈ കുടുംബത്തിനുണ്ടാക്കിയ കോടികളുടെ ആ ഒരു ലാഭത്തെ പറ്റി ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോഴത്തേക്കും പിന്നെ എന്നുള്ള രീതിയിൽ മോന്ത ഇങ്ങനെ ഒരു സൈഡിലേക്ക് വലിച്ചു പിടിച്ച് ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് ആദർശും അതുപോലെ നയനയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആദ്യം ഇതാരാ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് ഇവരെല്ലാവരും കൂടെ ആകാംക്ഷയോടെ നോക്കി. ആ സമയത്താണ് രണ്ടുപേരും കൂടെ കയറി വരുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും ദേവയാനിയുടെ ഉള്ളിൽ എന്താ പറയുന്നത്, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടായത്. ഇനിയിപ്പോൾ ചുമ്മാ കയറി ഇരിക്കാമല്ലോ ആ ഒരു ഇതിൽ. അത് കഴിഞ്ഞ് നമ്മുടെ നയനമോള് കയറി വന്നപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും നല്ലൊരു സമയത്ത് നല്ലൊരു വാർത്ത കേട്ടുകൊണ്ടാണ് മോള് കയറി വരുന്നത്, അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ മുത്തശ്ശാന്ന് ചോദിച്ചപ്പം, കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ഓർഡർ നൽകിയിരുന്നില്ലേ, മോള് വരച്ച ഡിസൈൻ, അതിന് 4 കോടി രൂപയാണ് ആ ഒരു ലാഭം നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതൊക്കെ മോളുടെ ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നയന ഭയങ്കര തലയെടുപ്പോട് കൂടി നിൽക്കുക. ഇവളെ എന്തിനാണ് നീ ഇപ്പോൾ പോയി കൊണ്ടുവന്നത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇവൾക്ക് ഒന്നുകൂടി പൊങ്ങാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ദേഷ്യപ്പെടുമ്പോഴേക്കും, ഇന്നു മുതൽ എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും രുചികരമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. നിനക്കും അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ പുറമെ നീ അഹങ്കാരം കാണിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ഇനി സ്വാദിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമെന്നുള്ള അഹങ്കാരമല്ലേ നിനക്കെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കുക. നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയെ കുറേ അങ്ങ് പറഞ്ഞു മുത്തശ്ശൻ അതൊക്കെ പറയുന്നത് കേട്ടിട്ടും ദേവയാനിക്ക് യാതൊരു കൂസലുമില്ല. ഇതൊന്നും ഞാനല്ല, ഇതൊന്നും എന്നെ അല്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ദേവയാനി നിൽക്കുന്നത്. എന്തായാലും വലിയ ലാഭം അല്ലെങ്കിൽ വലിയ കോടികളുടെ ലാഭവുമായിട്ട് മഹാറാണിയായിട്ടാണ് നമ്മുടെ നയന അനന്തപുരിയിലേക്ക് കയറി വരുന്നത്, അതും ദേവയാനിയുടെയൊക്കെ തലയിൽ ചവിട്ടിക്കൊണ്ട്. ഇനി ഈ വീട്ടിൽ എൻ്റെ മോളെ ആരും വേലക്കാരിയായി കാണില്ലെന്നും അതുപോലെ എൻ്റെ മോൾക്ക് ഈ വീട്ടിൽ കിട്ടേണ്ട സ്ഥാനം കിട്ടിയിരിക്കും, കൊടുത്തിരിക്കണം, അങ്ങനെയുള്ളവർ ഈ വീട്ടിൽ നിന്നാൽ മതിയെന്നും മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു വെച്ചു. പിന്നെ ദേവയാനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇനി അനന്തപുരിയുടെ സാരഥിയായി നമ്മുടെ നയന മടങ്ങിയെത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകം മോള് വന്ന സമയം എന്തായാലും നന്നായി. ഇപ്പോൾ മോളില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട് ആദർശ് മോന്. 2-3 ദിവസമായിട്ട് ആദർശ് മോൻ്റെ മുഖത്ത് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് അവൻ്റെ മുഖം തെളിഞ്ഞ് ഞാൻ കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാം. ഇനി എന്തായാലും ഇവിടെ നിന്ന് പോകുന്നത് വരെ എൻ്റെ മോൾ അനുഭവിച്ച കാര്യങ്ങളൊന്നും ആദർശമോൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരില്ല. കാരണം ആദർശമോന് നീ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം വട്ടപൂജ്യമാണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ കനകം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സത്യങ്ങളെല്ലാം നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി. നയനെ അതൊക്കെ കേട്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ നയന ആ രീതിയിൽ ആദർശനോട് നിൽക്കും, തിരിച്ച് ആദർശം അതേ രീതിയിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡുമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.